ആണവ ദുരന്തങ്ങൾ എന്നും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നത് തന്നെയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും എത്ര ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കൊല്ലപ്പെട്ടതും പിന്നീട് അതിൻ്റെ ദുരിതം അനുഭവിച്ചതെല്ലാം തന്നെ. അതുപോലെ റഷ്യയിലെ ചെർണോബിലുണ്ടായ ആണവ ദുരന്തവും ഒക്കെ തന്നെ നിരവധി പേരുടെ ജീവനെടുക്കുക ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തലമുറകളെ പിന്തുടരുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ജപ്പാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത, ഒരു വ്യക്തി ഒരു ആണവ വസ്തുക്കൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വേളയിൽ അയാൾക്കുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് 83 ദിവസത്തോളം അയാൾ അനുഭവിച്ച നരകയാതനയെക്കുറിച്ചാണ്. 35-കാരനായ ഹിസോഷി ഔച്ചി ആണ് ഇത്തരത്തിലുള്ള ദുരന്തത്തിൽപ്പെട്ട് മരിച്ചത്. ടോക്കിയോയ്ക്ക് വടക്ക് കിഴക്കൻ മേഖലയിലുള്ള ഒരു നഗരത്തിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇയാളൊരു ആണവ സംസ്കരണ ഫാക്ടറിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരു ദിവസം ഇയാളും 2 സഹപ്രവർത്തകരുമായി ചേർന്ന് യുറേനിയം യന്ത്രത്തിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു. ഈ യന്ത്രത്തിൻ്റെ ശേഷി 2.4 കിലോ യുറേനിയം മാത്രമായിരിക്കെ ഇവർ അറിയാതെയോ അബദ്ധത്തിനോ 16 കിലോ യുറേനിയം ഇതിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു. പെട്ടെന്നൊരു വൻ സ്ഫോടനമാണ് ഉണ്ടായത്. തുടർന്ന് ഈ 3 പേരെയും അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ യന്ത്രത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന ഹിസോഷി തന്നെയാണ് ഏറ്റവും അധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചതും അദ്ദേഹത്തിനായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രാഥമിക പരിശോധനയിൽ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ആന്തരികമായി നിരവധി പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ ബാധിച്ചിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ നടക്കുന്നു. ഒരു ഘട്ടമെത്തിയപ്പോൾ ഇയാളുടെ തൊലി മുഴുവൻ അടർന്നു പോകുന്ന ഒരവസ്ഥയെത്തി. കൺപോളകൾ കൊഴിഞ്ഞു തുടങ്ങി. അതുപോലെ ശക്തമായ തോതിലുള്ള വയറിളക്കം ആരംഭിച്ചു. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ മനസ്സിലായത് ഇയാളുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം തന്നെ വൻ തോതിലുള്ള തകരാറ് സംഭവിച്ചിരിക്കുന്നു, ആണവ വികിരണം ഏറ്റതുകൊണ്ട്. ഇയാളുടെ കുടലിലെ കോശങ്ങൾ മൊത്തത്തിൽ നശിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു തരത്തിലും നിർവാഹമില്ല. ഭക്ഷണം കഴിച്ചാൽ കഠിനമായ തോതിലുള്ള വയറിളക്കവും അനുഭവപ്പെടാൻ തുടങ്ങി. അസഹ്യമായ വേദനയായിരുന്നു മറ്റൊന്ന്. ഒരു ഘട്ടമെത്തിയപ്പോൾ വേദന സഹിക്കാൻ വയ്യാതെ ഇയാൾ ഡോക്ടറോട് ഇനി തന്നെ ചികിത്സിക്കേണ്ട, തന്നെ മരിക്കാൻ അനുവദിക്കണം എന്ന് പോലും അപേക്ഷിക്കുന്ന അവസ്ഥ എത്തി. അങ്ങനെ 83 ദിവസത്തെ നരകയാതനയ്ക്ക് ശേഷമാണ് ഹിസോഷി മരിച്ചത്. സംഭവം നടന്നത് 1990 സെപ്റ്റംബറിലായിരുന്നു. ഇത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സഹപ്രവർത്തകനും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ച് മരിക്കുകയായിരുന്നു. ഇവരിൽ ഒരാൾ മാത്രമായിരുന്നു രക്ഷപ്പെട്ടത്. ഏതായാലും ഈ സംഭവം ജപ്പാനിലെ അധികൃതരുടെ കണ്ണ് തുറപ്പിച്ചു എന്നും പിന്നീടാണ് യുറേനിയം സംസ്കരണം നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലും കർശനമായ നിയന്ത്രണങ്ങൾ ജപ്പാൻ സർക്കാർ കൊണ്ടുവന്നതും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എത്ര പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം നടന്ന കാര്യം ജപ്പാൻ സർക്കാർ പുറത്തുവിടുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ലോകത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആണവ വികിരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അത് പുറത്തുവിടാതെ സംരക്ഷിക്കുന്നത് പല രാജ്യങ്ങളുടെയും ഒരു രീതിയാണ്. ജപ്പാനിൽ ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം അവർ ചെയ്തത്. ഏതായാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവം പുറത്തു വരുമ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച നരകയാതനയെക്കുറിച്ച് നമുക്ക് കണ്ണീരോടെ അല്ലാതെ ഓർക്കാൻ കഴിയുകയില്ല.